ഋഷി വസീഫ്, എവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി? UDF-ന് സ്ഥാനാർത്ഥി ജനങ്ങളെ കാണാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം കേട്ടത് UDF-ന്റെ സ്ഥാനാർത്ഥി വന്നാൽ ഉടനെ LDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ് സ്ഥാനാർത്ഥി എന്ന് നോക്കിയിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥി തീരുമാനം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലമാണ്. സ്ഥാനാർത്ഥിയെ തേടി വലയേണ്ട അവസ്ഥയുണ്ടോ? ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനമൊക്കെയായി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഞങ്ങളത് പ്രഖ്യാപിക്കും. ആ നിലക്ക് തന്നെ പ്രഖ്യാപിക്കും. 1-ാം തീയതി ഞങ്ങളിവിടെ ഇപ്പോൾ കൺവെൻഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു എന്ന് കരുതി ഞങ്ങളുടെ സ്ഥാനാർത്ഥി അപ്പം തന്നെ പ്രഖ്യാപിക്കണം എന്നൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉടനെ തന്നെ വരും. അതിലൊന്നൊരു തർക്കവും വേണ്ട. നല്ല സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി വരും. ഇവരെപ്പോലെ ഒരു വിഭാഗം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെല്ലാം അവരുടെ കൂടെയുള്ള ആളുകൾ തന്നെ വിളിച്ചു പറയുന്ന സ്ഥിതിഗതികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ വലിയൊരു അധ്വാനം കുറഞ്ഞു കിട്ടി. കാരണം ആരാണ് UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് അവരുടെ പക്ഷത്ത് നിൽക്കുന്ന നിമിഷങ്ങൾക്കകം UDF-ന്റെ ഭാഗമായി മാറാൻ പോകുന്ന ആൾ തന്നെ വളരെ കൃത്യമായി വിലയിരുത്തി. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്തുണയിലാണ് UDF ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവ് നൗഷാദ് അലിയൊക്കെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് അൻവറിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അൻവറിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കി വരണം എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷേ VD സതീശൻ ഉൾപ്പെടെ ഏജന്റുമാരെ പറഞ്ഞയച്ച് അൻവറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് ഒരു ഭാഗത്ത് അൻവർ വേണം, ഒരു ഭാഗത്ത് SDPI വേണം, ഒരു ഭാഗത്ത് മറ്റ് ജമാഅത്തെ ഇസ്ലാമി വേണം. ഇപ്പോൾ അതാ BJP പോലും സ്ഥാനാർത്ഥിയെ വെക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവരെ കൂടി കൂട്ടിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിലാഷേ, ഇത് സഖാവ് കുഞ്ഞാലിയുടെ നാടാണ്. ജയിലിൽ കടന്ന് സഖാവ് കുഞ്ഞാലി വിജയിച്ച മണ്ഡലമാണ് ഈ നിലമ്പൂര്. ആ നിലമ്പൂര് ഭൂസമരങ്ങളുടെ നാടാണ്. ഈ നിലമ്പൂര് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ഇല്ല. വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിക്കുക തന്നെ ചെയ്യും ഈ മണ്ഡലത്തിൽ. അതുപോലെ ഈ മണ്ഡലത്തിൽ നേരത്തെ ആര്യാടനും മറ്റുമൊക്കെ മത്സരിച്ച് ജയിച്ച് 30-35 വർഷക്കാലം ഭരിച്ച സമയത്ത് എന്തായിരുന്നു ഈ മണ്ഡലത്തിന് സംഭാവന ചെയ്തത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയുള്ളവർക്ക് അറിയാം. എന്നാൽ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലുണ്ടായിരുന്നല്ലോ, കുഞ്ഞാലിയുടെ മണ്ഡലമാണ് എന്ന് വസീഫ് പറഞ്ഞല്ലോ. ആ കുഞ്ഞാലിയുടെ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമോ? നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ജയിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? ആര്യാടൻ മുഹമ്മദ് സമയത്ത്, പിന്നെ PV അൻവർ മുൻ കോൺഗ്രസ്സുകാരൻ. ഒരു പത്തരമാറ്റ് കമ്മ്യൂണിസ്റ്റുകാരനെ അരിവാൾ ചുറ്റുകയിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുവോ? ഞാൻ പറയാം അഭിലാഷേ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും അരിവാൾ ചുറ്റികയിൽ തന്നെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നവരല്ല. ഞങ്ങൾ പല തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സ്വീകരിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ തുടർഭരണത്തിലേക്ക് എത്തിയതും. ഞങ്ങൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളും ഞങ്ങളുടെ മാർഗങ്ങളും ഒക്കെ ഞങ്ങളാണ് തീരുമാനിക്കുക. അത് ഞങ്ങൾ പുറത്തുനിന്ന് മറ്റു ഉപദേശങ്ങളൊന്നും സ്വീകരിച്ചുകൊണ്ടല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിന് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി വരിക എന്നുള്ളതാണ്. അത് സ്ഥാനാർത്ഥി വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ ചിഹ്നവും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇവരെപ്പോലെ തൂക്കമൊപ്പിച്ച് ഏതെങ്കിലും വിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഒക്കെ കൊടുത്ത് അവരെ സമാധാനപ്പെടുത്തിയൊന്നും പോകുന്ന രീതിയൊന്നുമല്ല. മണ്ഡലത്തിൻ്റെ വികസനം, അതോടൊപ്പം നല്ല രാഷ്ട്രീയ ബോധമുള്ള, ഈ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങളിവിടെ മത്സരിപ്പിക്കും. ഈ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും. അതാണ് മതനിരപേക്ഷതയാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഈ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ഈ നാട്ടിലെ സകല ജനങ്ങൾക്കും പിന്തുണക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കും.